ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴയ നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി കൊണ്ട് മുമ്പ് ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റമാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഈ അപ്പച്ചട്ടി എങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നത് കാണാം. അതോടൊപ്പം തന്നെ ഇതുകൊണ്ടുള്ള രണ്ട് ഉപയോഗങ്ങൾ കൂടി നിങ്ങൾക്ക് കാണാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ആദ്യമായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പഴയ അപ്പച്ചട്ടി എടുത്ത് ഇതിൻ്റെ പിടിയൊക്കെ നമുക്ക് ഒഴിവാക്കി കളയാവുന്നതാണ്. ഇത് പിടിയൊക്കെ നമുക്ക് കൈ കൊണ്ട് തന്നെ അനായാസനെ ഒടിച്ചെടുക്കാം. അല്പം ആരോഗ്യം പ്രയോഗിക്കണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഉളി കൊണ്ടോ മറ്റോ ഒക്കെ നമുക്ക് കുത്തി ഇളക്കി കളയാവുന്നതാണ്. ശേഷം നമുക്ക് ഈ പിടിയിടുന്നതിൻ്റെ ആണി ഭാഗങ്ങളൊക്കെ ഇതുപോലുള്ളൊരു ഉളി കൊണ്ട് നമുക്ക് ഹാമർ കൊണ്ട് അടിച്ച് ഇളക്കി കളയാവുന്നതാണ്. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഇതൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ശേഷം നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം. അതിന് ഈ ഉളി തന്നെ കുറച്ച് കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഉളി കൊണ്ട് തന്നെ ചുരണ്ടി കളയാവുന്നതാണ്. ഇതുപോലുള്ള കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ ഈ ഉളി കൊണ്ട് തന്നെ നമുക്ക് ചുരണ്ടിക്കളയാം. ശേഷം നമുക്ക് ഒരു വാട്ടർ പേപ്പർ കൊണ്ട് മൊത്തം ഒന്ന് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. കുറച്ച് ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് ഇത് വളരെ എളുപ്പം തന്നെ വൃത്തിയാക്കി എടുക്കാം. പല വീഡിയോസുകളും ഇതൊക്കെ വൃത്തിയാക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് പല കെമിക്കലൊക്കെ കൊണ്ട് വൃത്തിയാക്കുന്നതും ഒക്കെ ചിലർ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വളരെ നാച്ചുറലായിട്ട് തന്നെ ഇതുപോലുള്ള ഈ സാൻഡ് പേപ്പറോ എമരി പേപ്പറോ വാട്ടർ പേപ്പറോ ഒക്കെ കൊണ്ട് ഇതുപോലെ നമുക്ക് ഉരച്ച് തന്നെ വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. കുറച്ച് മിനിറ്റുകൾ മാത്രം മതിയാകും നമുക്കിത് വൃത്തിയാക്കിയെടുക്കാം. നമുക്ക് എല്ലാ ഭാഗവും നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട അപ്പച്ചട്ടിയും ഇതുമായിട്ട് വളരെ വ്യത്യാസം കാണും. നിങ്ങൾക്ക് അത്ഭുതമുണ്ടാകും. ഇതിന് മുമ്പ് ഞാൻ ഈ അപ്പച്ചട്ടിയും ദോശത്തവയുമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ചല്പം കാശ് ചിലവുള്ള വീഡിയോ ആയിരുന്നെങ്കിൽ ഇത് വളരെ ചിലവൊന്നുമില്ലാത്ത തന്നെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം. അപ്പോൾ നിങ്ങൾ വേണ്ട സപ്പോർട്ടുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വീട്ടിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരുപാട് സാധനങ്ങൾ കൊണ്ട് 10-20ഓളം ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചാനൽ സന്ദർശിച്ചാൽ കാണാമായിരിക്കും. അപ്പോൾ ഏകദേശം നമുക്കിത് വൃത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം ഉൾഭാഗം കൂടി നമുക്കൊന്ന് വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഉൾഭാഗം കുറച്ച് പുറം ഭാഗത്തൊക്കെ കുറച്ചുകൂടി ബുദ്ധിമുട്ട് ആണ് വൃത്തിയാക്കുക. എങ്കിലും നമുക്ക് കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഉരച്ച് വൃത്തിയാക്കുന്നതാണ്. അപ്പോൾ കുറച്ച് വെള്ളം നനച്ചിട്ട് വൃത്തിയാക്കുന്നതാണ് കൂടുതൽ നല്ലത്. പുറം ഭാഗത്തേക്കാൾ ഉൾഭാഗം കുറച്ച് വെള്ളം നനച്ചിട്ട് നമുക്കിതുപോലെ വാട്ടർ പേപ്പർ കൊണ്ട് ഉരച്ച് വൃത്തിയാക്കിയാൽ വളരെ എളുപ്പമായിരിക്കും. ഇതുപോലെ കുറച്ച് വെള്ളം നനച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് നമുക്ക് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഇതെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് ഇത്രത്തോളം വൃത്തിയായാൽ മതിയാകും നമ്മുടെ ഉപയോഗത്തിന്. നമ്മളിത് പെയിൻ്റൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമുക്കിത് 3 ഹോൾ ഇതിലത്ത് ഇടേണ്ട ആവശ്യമുണ്ട്. 3 ഹോൾ ഇടുന്നതിന് നമുക്കിതിൻ്റെ പോലുള്ള സ്റ്റീലിൻ്റെ ആണി, കോൺക്രീറ്റിലൊക്കെ അടിക്കുന്ന ആണിയാണിത്. സ്റ്റീലിൻ്റെ ആണി കൊണ്ട് നമുക്കിതുപോലെ 3 ഹോൾ ഹാമർ കൊണ്ട് തന്നെ അടിച്ച് 3 ഹോൾ ഇടണം. അപ്പോൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ ഇതുപോലെ ഹോളൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിപ്പോൾ വളരെ പോപ്പുലറായിട്ടുള്ളൊരു വീഡിയോ ആണ്. 32K ആയിട്ടുണ്ട്. അപ്പോൾ ശേഷം നമുക്കിതുപോലെ ചെറിയൊരു സ്റ്റീലിൻ്റെ കിണ്ണി, അത് 10-20 രൂപ വിലയുള്ള പഴയ ഒരു വീട്ടിൽ കിടന്ന ഒരു കിണ്ണിയാണ്. ഇത് എടുത്തുകൊണ്ട് നമുക്കിതിൻ്റെ അടിയിൽ കൂടി ഇതുപോലൊരു ഹോളിടണം. ഹോളിട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇത് ഒരു പെഡസ്റ്റൽ ഫാനിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു പൈപ്പാണ്. പെഡസ്റ്റൽ ഫാൻ കൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ബാക്കി ശേഷിച്ചൊരു പൈപ്പാണ്. അതിൻ്റെ പൈപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള മോപ്പിൻ്റെ ചൂലിൻ്റെ സ്റ്റീലിൻ്റെ ഇരുമ്പിൻ്റെ പൈപ്പ് ഉണ്ടെങ്കിൽ അത് മതിയാകും. ഇപ്പോൾ എൻ്റെ കൈവശമുള്ള ഈ പെഡസ്റ്റൽ ഫാനിൽ നിന്ന് കിട്ടിയ മുമ്പ് ചെയ്ത വീഡിയോയിൽ നിന്ന് കിട്ടിയ ബാക്കി ഭാഗമായിട്ട് കിട്ടിയ ഈ പൈപ്പ് ഇപ്പോൾ ഉപയോഗപ്പെടുകയാണ്. അപ്പോൾ ആ പൈപ്പ് നമുക്കിതുപോലെ കുറച്ച് ഭാഗം ഇങ്ങനെ അടിച്ച് പരത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം ഒരു അര അടി നീളത്തിൽ ഇതുപോലെ അടിച്ച് ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യമില്ല. ഹാമർ കൊണ്ട് തന്നെ നമുക്കിതുപോലെ പലക കഷ്ണത്തിൽ വെച്ച് അടിച്ച് പരത്തിയെടുക്കാം. ശേഷം നമുക്ക് ഈ അപ്പച്ചട്ടിയിൽ വെച്ച് ഇതൊന്ന് മാർക്ക് ചെയ്യണം. അപ്പച്ചട്ടിയുടെ നമ്മൾ പിടി ഒടിച്ച ഭാഗത്തിൻ്റെ 2 സ്ക്രൂ കിടക്കുന്ന ഹോളിൻ്റെ നടുഭാഗത്ത് വെച്ച് ഇത് മാർക്ക് ചെയ്തതിന് ശേഷം 2 ഹോൾ കൂടി ആ ആണി കൊണ്ട് നമുക്ക് ഇടാവുന്നതാണ്. കാരണം നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു പിടിയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഇതിനകത്ത് സ്ക്രൂ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഹോൾ ഇടുന്നത്. അപ്പോൾ ആ പിടി നമുക്ക് ഇതിനകത്ത് സ്ക്രൂ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ പിടി നമുക്കിത് ഫിറ്റ് ചെയ്താലും നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് നല്ല ഉപയോഗങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. വളരെ ഭംഗിയുള്ളൊരു സാധനമായിട്ടാണ് ഇത് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടാൽ മനസ്സിലാക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ അടിച്ച് പരത്തിയ ആ പൈപ്പിൽ കൂടി 2 ഹോളുകൾ ഇതുപോലെ ആണി കൊണ്ട് ഇടാവുന്നതാണ്. ഹാമർ കൊണ്ട് അടിച്ച് ഇതുപോലെ 2 ഹോളുകൾ ഇടണം. ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള സ്ക്രൂ, 3 ഞെട്ട് ബോൾട്ട് ആവശ്യമുണ്ട്. ആ 8 ബോൾട്ട് കയറത്തക്ക രീതിയിൽ നമ്മൾ ഇടുന്ന ഹോള് ഒന്നുകൂടി വലുതാക്കണം. ശേഷം നമുക്ക് ഈ ഹോളിട്ട ഭാഗത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം പേപ്പർ കൊണ്ട് തന്നെ ഉരച്ചെന്ന് മിനുസപ്പെടുത്തി എടുത്തതിന് ശേഷം നമുക്ക് ആ പിടി നമുക്കതിലേക്ക് ഫിറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഒരു സ്ക്രൂ ആണ് ആദ്യം ഞാൻ ഇതിൽ ഫിറ്റ് ചെയ്യുന്നത്. പിന്നീട് നമുക്കൊരു വലിയ സ്ക്രൂ ആവശ്യമുണ്ട്.
സ്ക്രൂ ഞെട്ടും ബോൾട്ടുമാണ് ഇടുന്നത്. നമ്മളിതുപോലെ തന്നെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് മുറുക്കാൻ തരത്തിലുള്ള ഞെട്ട് ബോൾട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തിട്ട ഞെട്ട് ബോൾട്ട് ചെറുതാണ്, അപ്പോൾ ഇത് മാറ്റിയിട്ട് ഒരു വലുതാക്കണം. അപ്പോൾ ഈ ഞെട്ട് ബോൾട്ട് അത് സൂട്ടാവുന്നില്ല, ഞാൻ ഇട്ട് നോക്കിയതാണ്, സൂട്ടാവുന്നില്ല. അപ്പോൾ ഇതുപോലൊരു നീളമുള്ളൊരു ഞെട്ട് ബോൾട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ഞെട്ട് ബോൾട്ടാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് നീളം കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഉപയോഗം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ഞെട്ട് ബോൾട്ടിട്ട് അവിടെ നമ്മൾ ടൈറ്റ് ചെയ്തെടുക്കുക. ടച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഹോളിട്ട് വെച്ചിരുന്ന കിണ്ണി അടിയിലേക്ക് ഇതുപോലെ ഒരു സ്ക്രൂ ഇട്ടതിന് ശേഷം ഒരു വാഷർ ഇടുക. 2 വാഷർ ആവശ്യമായിട്ടുണ്ട്. ചെറിയ സ്ക്രൂ ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മൾ കിണ്ണി അതിനോട് ചേർത്ത് വെച്ച് വീണ്ടും ഒരു വാഷർ കൂടി ഇട്ടതിന് ശേഷം ആ ബോൾട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ടൈറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോയിൽ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും, എങ്കിലും ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ കിണ്ണി ഹോളിട്ട കിണ്ണി വെച്ചതിന് ശേഷം സ്ക്രൂ ഇട്ട് ഞെട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. പ്ലയർ കൊണ്ട് ടൈറ്റ് ചെയ്തെടുക്കുക. ശേഷം നമുക്ക് ഒരു പെയിൻറ്റ് ചെയ്തെടുക്കുന്ന ഒരു വൃത്തിക്ക് വേണ്ടി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് എൻ്റെ കൈവശമുണ്ടായിരുന്ന എമർഷനാണ്. ഇനാമൽ നമുക്ക് ഉപയോഗിക്കേണ്ട എമർഷൻ പെയിൻറ്റ് ഇതിൽ ഉപയോഗിച്ചാൽ മതി. മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ സ്പ്രേ പെയിൻറ്റിംഗ് ആണ് ചെയ്തെടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് കൈവശമുള്ള. പിന്നെ ഒരു ബ്ലാക്ക് പെയിൻറ്റ് നമ്മൾ ഇതിനുള്ളിലേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയൊരു നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി പോലെ ഒരു പോർഷനായി കിട്ടിയിരിക്കുന്നത് കണ്ടോ. ഇതുപോലെ പുതിയൊരു നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി പോലെ, പക്ഷേ നമുക്ക് ഉപയോഗം വേറെയാണ്. അപ്പോൾ ഇതിൻ്റെ പിടി നമുക്കതിൽ ഫിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഇതിനകത്ത് ഡൈനിങ് ടേബിളിൻ്റെ അപ്പുറത്ത് വെച്ച് ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളുമൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെക്കാവുന്നതാണ്. നമുക്ക് ഇത് വളരെ മനോഹരമായിട്ടുള്ള സാധനമാണ്. അപ്പോൾ നിങ്ങളുടെ ഐഡിയ പരമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് ഉപയോഗിക്കാൻ കഴിയുന്നത് അത് ഉപയോഗിക്കുക. ഇപ്പം എനിക്കിത് വേറൊരു ഉപയോഗത്തിന് വേണ്ടിയാണ് ഞാൻ പിടിയൊക്കെ ഫിറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് പിടി ഫിറ്റ് ചെയ്യാതിരുന്ന ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ സെറ്റ് ചെയ്ത് ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് സെറ്റ് ചെയ്ത് വെക്കാം. മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ ഇത് 3 ഐറ്റം കാണിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ദോശത്തവയും അപ്പച്ചട്ടിയും കൊണ്ട് 3 വെറൈറ്റി ഐറ്റങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പിടി ഫിറ്റ് ചെയ്യാതെ നമുക്കിതുപോലെ ഫ്രൂട്ട്സൊക്കെ ചെയ്ത് വെക്കാം. അപ്പോൾ പിടി എന്തിനാണ് ഫിറ്റ് ചെയ്തതെന്നും കൂടി നമുക്ക് കാണാം. അത് സാമ്പ്രാണി ചട്ടിയായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പിടി ഫിറ്റ് ചെയ്തിരിക്കുന്നത്. സാമ്പ്രാണി ചട്ടി ഞാൻ ഒരു സീലിംഗ് ഫാനിൻ്റെ ബോഡി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് മുമ്പൊരു വീഡിയോയിൽ. അപ്പോൾ ഇതുപോലെ സാമ്പ്രാണി ചട്ടിയായിട്ട് ഉപയോഗിക്കാം. വളരെ മനോഹരമായിട്ട് അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തീയിടുന്നതിന്, അല്ലെങ്കിൽ കൊതുകിന് വേണ്ടി നമുക്ക് പോയിക്കുന്നതിന് നമുക്കിതുപോലെ തീയൊക്കെ ഇട്ട് എല്ലാ ഭാഗത്തും വീടിൻ്റെ റൂമിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ട് പുക കൊള്ളിക്കാനും മറ്റുമൊക്കെ വളരെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ അലങ്കാര ചെടികൾ വെക്കുക, എന്തെങ്കിലും ഫ്ലവേഴ്സൊക്കെ വെക്കുന്നതിനും അലങ്കരിച്ചൊക്കെ വീട്ടിൽ വെക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ്. വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇതിൻ്റെ റിലേറ്റീവായിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനൽ സന്ദർശിച്ചേക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.